കൂട്ടുകാരെ, ഞാൻ സന ഫാത്തിമ. വിദ്യോധി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ. എന്നാൽ നമുക്കിന്നൊരു കൊച്ചു കഥ കേട്ടാലോ? വാങ്ലിയുടെ മക്കൾ. ചൈനയിൽ പണ്ട് വാങ്ലി എന്നൊരു മരപ്പണിക്കാരനുണ്ടായിരുന്നു. 3 മക്കളായിരുന്നു വാങ്ലിക്ക്. മക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത ആളായിരുന്നു വാങ്ലി. ഒരു ദിവസം മൂത്ത മകൻ വാങ്ലിയോട് ചോദിച്ചു, അച്ഛാ, ഞാൻ മരപ്പണി പഠിക്കട്ടെ? വേണ്ട വേണ്ട, നിനക്ക് അതിനുള്ള കഴിവില്ല, വാങ്ലി പറഞ്ഞു. രണ്ടാമനും മൂന്നാമനും ഓരോ ജോലി പഠിക്കാൻ ഒരുങ്ങിയപ്പോൾ വാങ്ലി പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള മണ്ടന്മാർക്ക് ഇതൊന്നും സാധിക്കില്ല. അങ്ങനെ മക്കൾ കുഴിമടിയന്മാരെ. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വാങ്ലി പണം കൊടുക്കേണ്ടി വന്നു. വാങ്ലിയുടെ പണിശാലയ്ക്ക് അടുത്ത് ഒരു പുഴയുണ്ടായിരുന്നു. യാങ് എന്ന ചൂണ്ടക്കാരൻ എന്നും അവിടെ ചൂണ്ടയിടാൻ വരും. ഒരു ദിവസം ഒരു കുട്ടി വന്ന് ചൂണ്ടക്കാരനോട് മീൻ ചോദിച്ചു. യാങ് ഒരു മീന് കൊടുക്കുകയും ചെയ്തു. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും കുട്ടി വന്നു. അപ്പോഴെല്ലാം യാങ് കുട്ടിക്ക് മീൻ കൊടുക്കുന്നത് വാങ്ലി ശ്രദ്ധിച്ചു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ജോലി തിരക്ക് കാരണം വാങ്ലിക്ക് ചൂണ്ടക്കാരനെ ശ്രദ്ധിക്കാനായില്ല. തിരക്കുഞ്ഞപ്പോൾ അയാൾ ചൂണ്ടക്കാരനോട് ചോദിച്ചു, ഇന്ന് ആ കുട്ടി വന്നില്ലേ? ഇല്ല, ചൂണ്ടക്കാരൻ പറഞ്ഞു. അതെന്താ, നിങ്ങൾ മീൻ കൊടുക്കുന്നത് നിർത്തിയോ? വാങ്ലി ചോദിച്ചു. ഹേ, അതല്ല, എനിക്ക് എത്ര നാൾ അവനെ സഹായിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ അവനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു. ആ ചൂണ്ടക്കാരന്റെ വാക്കുകളിൽ നിന്ന് വാങ്ലിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർ ആരെയും ആശ്രയിക്കാതെ മിടുക്കരായി ജീവിച്ചുകൊള്ളും. അധികം വൈകാതെ വാങ്ലി 3 മക്കളെയും മരപ്പണി പഠിപ്പിച്ചു. കൊത്തുപണികൾ ചെയ്യുന്നതിലും കൗതുക വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിലും അവർ സമർത്ഥരായി തീർന്നു. അങ്ങനെ വാങ്ലിയുടെ മക്കൾ ധാരാളം പണം ഉണ്ടാക്കുകയും ചൈനയിൽ മുഴുവൻ പ്രസിദ്ധരാകുകയും ചെയ്തു.